ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജ്യൂസ് അക്കാഡമി. എജ്യൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. നമ്മൾ ഈ കാണുന്നത് പോലെ DME സ്റ്റാഫ് നഴ്സിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുന്നു. സോ അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ DME സ്റ്റാഫ് നഴ്സ് എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചോദിച്ചിരുന്നു ഇതിന്റെ ഷോർട്ട് ലിസ്റ്റ് എപ്പോൾ വരും എന്നുള്ളത്. സോ അവർക്കുള്ള ഉത്തരമാണ് DMEയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞിരിക്കുന്നു. സോ നിങ്ങൾക്കത് എങ്ങനെ ചെക്ക് ചെയ്യാം? യൂഷ്വലി ഇത് നമ്മുടെ പ്രൊഫൈൽ മെസ്സേജ് ആയിട്ടാണ് നമ്മുടെ മൊബൈലിലേക്ക് വരിക. പക്ഷേ എല്ലാവർക്കും അതുപോലെ പ്രൊഫൈൽ മെസ്സേജ് വരണം എന്നില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ നിങ്ങളുടെ PSCയുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്യുക കേട്ടോ. ലോഗിൻ ചെയ്യുക. അതിൽ ഇങ്ങനെ ഒരു മെസ്സേജ് ഉണ്ടാകും. സോ നിങ്ങൾ ബന്ധപ്പെട്ട്, അതായത് ഇപ്പം വന്നില്ല എന്നോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെയൊക്കെ ആയിട്ടായിരിക്കും എല്ലാവർക്കും പ്രൊഫൈൽ മെസ്സേജ് വന്നു കഴിയുക. കാരണം ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ മെസ്സേജ് ആണ് വരിക. അപ്പോൾ അതിന് സമയമെടുക്കും. സോ അതുകൊണ്ട് ഇപ്പം നോക്കിയിട്ട് ഇല്ല എന്നോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ടൈം എടുത്ത് ഇന്നോ നാളെയൊക്കെ ആയിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സോ അതിനകത്ത് റിസൾട്ട്സ് എന്ന് പറയുന്ന സെക്ഷനിൽ ഈ ഷോർട്ട് ലിസ്റ്റ് കേട്ടോ, ഈ ഷോർട്ട് ലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മുടെ കാറ്റഗറി നമ്പർ 469/2024 സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 എന്ന് പറയുന്ന കാറ്റഗറിയുടെ അണ്ടറിൽ ഇങ്ങനെ ഒരു മെസ്സേജ് ഉണ്ടാവും. കൺഗ്രാജുലേഷൻസ്, യു ആർ ഇൻക്ലൂഡഡ് ഇൻ. നോക്കി, ഇവിടെ മെയിൻ ലിസ്റ്റ്, നമ്മുടെ മെയിൻ ലിസ്റ്റ് കിട്ടിയ ഒരു കാൻഡിഡേറ്റിന്റെ സ്ക്രീൻഷോട്ട് ആണ്. സോ മെയിൻ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. കൂടാതെ ഇവിടെ നമ്മുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടാകും. സോ നിങ്ങൾ മെയിൻ ലിസ്റ്റിലാണോ അതോ നിങ്ങൾ സപ്ലിമെന്ററി ലിസ്റ്റിലാണോ ഉൾപ്പെട്ടിട്ട് ഉള്ളത് എന്ന് നമുക്ക് ഈ ഒരു മെസ്സേജ് വഴി അറിയാനായിട്ട് കഴിയും. സോ നമ്മുടെ എജ്യൂസ് അക്കാഡമിയുടെ സ്റ്റുഡൻസിന് ഇതുപോലെ പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ട് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മൾ വരുന്ന വീഡിയോസിൽ കവർ ചെയ്യുന്നതായിരിക്കും. അതായത് ഇതിന്റെ കട്ട് ഓഫ് മാർക്ക്, അതുകൂടാതെ തന്നെ ബാക്കിയുള്ള ഇന്റർവ്യൂ ഉണ്ടാകുമോ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന വീഡിയോസിൽ കവർ ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്.